കോമഡിയടാ, സൂപ്പർ കോമഡി. കൊള്ളാം, കുഴപ്പമില്ല. എല്ലാവരും ഇൻട്രോ ആയതേ ഉള്ളൂ, കഥ തുടങ്ങുന്നേ ഉള്ളൂ. പക്ഷേ കൊള്ളാം, കോമഡിയാണ്, നല്ല സ്റ്റാൻഡേർഡ് കോമഡി. സീക്വൻസ് ഒന്നുമില്ല, പക്ഷേ ഒരു ടൈം ട്രാവലർ പടം തന്നെയാണ്. കൊള്ളാം. അപ്പം അടിപൊളി സെറ്റായിട്ടുണ്ട്. ഇഷ്ടമൊന്നുമില്ല, സെയിം അതേ ക്യാരക്ടർ തന്നെയാണ്, പക്ഷേ കൊള്ളാം, കോമഡിയാണ്. പൊളി, അടിപൊളിയായിട്ടുണ്ട്. ഇപ്പോഴേക്ക് കുറച്ചുകൂടെ അവർ പഴയ കാലങ്ങളൊക്കെ ഉണ്ട്, നല്ല നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും നല്ല സെപ്പറേറ്റ് ചെയ്താണ്, തമാശയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പഴയതിനെക്കാട്ടി ഉണ്ട്. പുതുമയായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രാഫിക്സ് ഒക്കെ ഭയങ്കരമായിട്ട് ഒരു പ്രത്യേക രീതി എടുത്തിട്ടുണ്ട്, നന്നായിട്ട് എടുത്തിട്ടുണ്ട്. പറച്ചിയുടെ ബോഡി ഒന്ന് ചെറുതായിട്ടുണ്ടോ തോന്നുന്നു. ശേഷൂരിയുടെ പാപ്പനും പിള്ളേരും പൊളിക്കും, ഉറപ്പാണ് പൊളിക്കും. സൂപ്പറായിട്ടുണ്ട്, നല്ല രീതി എടുത്തുകൊണ്ട് ആശയം ഓടും, ചിരിക്കാനാണ്. ഇപ്പോഴാണ് ഹാഫ് ടൈം വരെ പടം കൊള്ളാം, 100% കൊള്ളാം. സൂപ്പർ. ഇതുവരെ ഇൻ്റർവെൽ വരെ അടിപൊളി, സൂപ്പർ. ഇനി അടുത്തിന് ക്ലൈമാക്സ് കൂടെ ആകുമ്പോഴത്തേക്കും ചിലപ്പം 1 ഹിറ്റ് ആവും. ഫസ്റ്റ് രാവിലെയുള്ള ആദ്യത്തെ ഷോ നിങ്ങൾ കാണും. ഞാൻ ഫാമിലി അവിടെ ഇരിക്കുക. പക്ഷെ പടം അടിപൊളി, പൊളി. അതിൽ കൂടുതൽ വേറെ ഒന്നും പറയാനില്ല. എന്ന് പറഞ്ഞാൽ ഇനി പറയാനുള്ള വാക്കുകൾ കിട്ടുന്നില്ല. സൂപ്പർ. പഴയ ആട് 1, ആട് 2 അതിനേക്കാളൊക്കെ അടിപൊളി. ചിരിപ്പിക്കാനും ചിന്തിക്കാനും ഉണ്ട്. ഏറ്റവും കൂടുതൽ ചിന്തിക്കാനും ഉണ്ട്, ചിരിപ്പിക്കാനും ഉണ്ട്. ഫാമിലി എൻ്റർടൈൻമെൻറ്റ് തന്നെയാണ്. സൂപ്പറായിട്ടിരുന്ന കാരണം ഒരു അനാവശ്യമായിട്ടുള്ള യാതൊരു ലാഗിങ് അങ്ങനെ ഒന്നുമില്ല. സൂപ്പർ. എന്താണെന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ്. കൊടുത്ത പൈസയ്ക്ക് ഇപ്പം ഞാൻ മെനഞ്ഞാന്ന് ബുക്ക് ചെയ്ത ടിക്കറ്റാണ്. പക്ഷേ കൊടുത്ത പൈസയ്ക്ക് ഇരട്ടിക്ക് ഇതാ ഇൻ്റർവെൽ വരെ എനിക്ക് ലാഭമാണ്. ഇനി വരുന്നത് അതിൻ്റെ ഇരട്ടിക്ക് ലാഭമാണ്. സത്യമായിട്ടേ പറയാൻ പറ്റുള്ളൂ.